ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലെയർ സ്കേർട്ടും അതിലേക്കുള്ള ടോപ്പും എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നെറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. നെറ്റിൽ സീക്വൻസ് വർക്ക് വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതൊരു 5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക്കാണ് കേട്ടോ മെയിൻ ഫാബ്രിക്കായിട്ട് എടുക്കുന്നത്. ഇതിൽ മുഴുവനായിട്ടും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഫാബ്രിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ നെറ്റിൻ്റെ ഫാബ്രിക്കും എടുക്കുന്നുണ്ട്. ലൈനിങ് ആയിട്ട് ക്രേപ്പ് ലൈനിങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ലൈനിങ്ങും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 ലെയറായിട്ടാണ് ഈ ഒരു സ്കേർട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസ് വർക്കിൽ വരുന്ന ഈ ഒരു ലേസും കൂടെ എടുത്തിട്ടുണ്ട്. സെയിം കളറിൽ വരുന്നൊരു ലേസാണ്. അതൊരു 1 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ ആദ്യം നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം കുറച്ച് വർക്കില്ലാതെ പ്ലെയിൻ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് മാറ്റിയിട്ട് വേണം സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒരു ഫാബ്രിക്കിനെ 4ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ട് ലെയറായിട്ടാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ലെയറിൻ്റെ വിടുത്ത് ഓരോന്നിൻ്റെയും വിടുത്ത് വരുന്നത് എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ എനിക്കിവിടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചസ് ആണ്. അപ്പം ഞാനതിന് 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 27 ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് സീം അലവൻസിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം 3 ലെയറായിട്ടാണ് ഈ ഒരു സ്കേർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ലെയറും 9 ഇഞ്ചസ് വീതമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഇഞ്ചിൻ്റെ ഒരു ബെൽറ്റ് കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇതിൽ പെടുന്നില്ല കേട്ടോ. ആ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വേറെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സീം അലവൻസും അതേപോലെ താഴെ തയ്യൽ തുമ്പൊക്കെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 9 ഇഞ്ചസ് മതിയാവും. അപ്പോൾ 3 ലെയറായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ലെയറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ ലെയർ ഒന്നും കൂടി ഫ്രില്ല് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം എക്സ്ട്രാ ആയിട്ട് ഇതുപോലെ ഒരു 9 ഇഞ്ചസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗം നല്ലൊരു ഫ്ലെയറിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഈ ലെയർ ഡ്രസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയറിനെക്കാട്ടിലും ഒരു 10 ഇഞ്ചസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് സെക്കൻഡ് ലെയർ എടുക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിൻ്റെ കൂടെ 10 ഇഞ്ചസ് ആഡ് ചെയ്തിട്ടാണ് തേർഡ് ലെയർ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അത് ഓരോന്നിൻ്റെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയിൻ നെറ്റും കൂടെ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ താഴെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു പ്ലെയിൻ നെറ്റിലൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊരു ഫ്രില്ല് ചെയ്തിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മെയിൻ ഫാബ്രിക് നെറ്റാണ്. അപ്പോൾ അത് ലൈനിങ്ങിലേക്ക് അങ്ങനെ പെട്ടെന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്കേർട്ട് ഒന്ന് പൊങ്ങി നിൽക്കും കൂടി ചെയ്യും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 25 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രില്ല് ചെയ്തിട്ട് നല്ല ലൈനായിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ക്ലോത്താണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഫ്രില്ല് ചെയ്തെടുത്തിട്ട് സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ലെയറിൻ്റെയും അളവുകൾ എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ലെയറിൻ്റെ കൂടെ ഒരു 10 അല്ലെങ്കിൽ 15 വരെ നമുക്ക് ഇഞ്ചസ് എക്സ്ട്രാ രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയറിനും ഈ രണ്ടാമത്തെ ലെയറിൻ്റെ കൂടെ ഒരു 15 ഇഞ്ച് എക്സ്ട്രാ മൂന്നാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഓരോ ലെയറുകളും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു അളവിൽ 3 ലെയറുകളും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 30 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ 10 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 40 ഇഞ്ചസ് സെക്കൻഡ് ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 40 ഇഞ്ചസിൻ്റെ കൂടെ ഒരു 10 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് തേർഡ് ലെയർ 50 എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ലെയറുകൾ ഞാൻ എടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ട് തന്നെ ലൈനിങ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഇതുപോലെ ഒരു അംബ്രല്ല കട്ട് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അംബ്രല്ല കട്ട് ആണ് കേട്ടോ ലൈനിങ് പീസിന് വേണ്ടി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരവണ്ണത്തിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ അരവണ്ണത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇലാസ്റ്റിക് കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു 18 ഇഞ്ചസിനെ പകുതിയാക്കി മടക്കിയിട്ട് ചെയ്യുമ്പോൾ 9 ഇഞ്ചസ് കിട്ടും. അപ്പോൾ അരവണ്ണത്തിനും കൂടി വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഞാനിവിടെ 13 ഇഞ്ചസ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ടായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് 13 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ 13 ഇഞ്ചസ് ഇതേപോലെ ഒരു കർവായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ടോട്ടൽ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് താഴെ നമുക്ക് മടക്കി തയ്ക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടോട്ടൽ എടുത്തിട്ടുള്ളത് 27 ഇഞ്ചസാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്തതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസ് ഇതുപോലെ അംബ്രല്ല കട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ പ്ലെയിൻ നെറ്റില്ലേ അത് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ സീക്വൻസ് വർക്ക് വരുന്ന നെറ്റിൻ്റെ ഫാബ്രിക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് സെയിം കളറിലുള്ള ഒരു ത്രെഡും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ കട്ട് ചെയ്ത ഓരോന്നിനെയും നമ്മൾ ഫ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ലെയർ ആയിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ നെറ്റുകൾ ഓരോന്നും ഇതുപോലെ ഫ്രില്ല് ചെയ്തെടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാം ഫ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസിൻ്റെ മുകളിലായിട്ട് ഓരോന്ന് വെച്ച് നോക്കാം, എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് ലെയർ ഈ ഒരു പ്ലെയിൻ നെറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ സീക്വൻസ് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും താഴെയായിട്ട് തേർഡ് ലെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 ലെയറുകളും ഒന്നിൻ്റെ താഴെയായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് പീസുമായിട്ട് ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ബെൽറ്റ് പോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിപ്പോൾ 2 ഇഞ്ചിൻ്റെ ബെൽറ്റാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ട് വന്നിട്ടുള്ളത് 18 ഇഞ്ചസ് ആയിരുന്നു. ബാക്കി വരുന്നത് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ആണ് കേട്ടോ ഇലാസ്റ്റിക് എടുക്കുന്നത്. ഇലാസ്റ്റിക് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെഷർമെൻറ്റ്സ് എത്രയാണോ അതിൽ നിന്നും ഒരു 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. അപ്പോൾ ഇവിടെ 18 ഇഞ്ചസ് ആയിരുന്നു കേട്ടോ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഞാനൊരു 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് എനിക്ക് 11 ഇഞ്ചസാണ് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ ടോപ്പ് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്.
ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത് 12 ഇഞ്ചസ് ആണ് കേട്ടോ. അതിൻ്റെ താഴെ നമ്മളൊരു ഫ്രില്ല് ചെയ്തിട്ട് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യോക്ക് ഭാഗം 12 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. സീം അലവൻസും കൂടി കൂടിയിട്ടാണ് 12 ഇഞ്ചസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ ലെങ്ത്ത് എടുക്കുന്നത് 5 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത്തും എടുക്കുന്നത് 6 ഇഞ്ചസ് ആണ്. അപ്പോൾ ഈ മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആം ഹോൾ കർവ് കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോട്ടം ലെങ്ത്തും 8 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ മാർക്ക് ചെയ്തതൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക്കിലെ സീക്വൻസ് നെറ്റ് ഫാബ്രിക്കിനെ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തില്ലേ ലൈനിങ് പീസ്, ആ ഒരു യോക്ക് ഭാഗത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ആ ഒരു ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെറ്റ് ഫാബ്രിക് ഇതുപോലെ ഈ ഒരു ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും യോക്ക് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലൈനിങ് കോട്ടൺ ലൈനിങ് മാത്രമേ കട്ട് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും സെയിം ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രേപ്പ് ലൈനിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക്കിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് കൂടെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് മൂന്നും കൂടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ 2ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 4 ഇഞ്ചസ് ആണ്. ഒരു വി നെക്കാണ് ഈ ഒരു ഫ്രണ്ട് നെക്ക് വി നെക്കാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ വി നെക്കിന് വേണ്ടിയിട്ട് ഒരു സൈഡിലായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കറക്റ്റിൽ പിടിച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ വി നെക്കിൻ്റെ മറ്റേ സൈഡിലും ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ക്രോസ് കട്ട് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് ബാക്ക് നെക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഹുക്കും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബാക്കി വന്നിട്ടുള്ള പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ക്രോസ് കട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ഹുക്കിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ നല്ല വശത്ത് നിന്നും ലൈനിങ്ങിനെ മാത്രമായിട്ടൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കിയെടുത്താൽ മതി. കട്ടിംഗ് ഒന്നും കാണാതെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഇത് നമ്മുടെ ബാക്ക് യോക്കാണ് കേട്ടോ. ഇതുപോലെ ഒരു കോർണറൊക്കെ ഞാൻ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് കത്രിക വെച്ചിട്ടൊക്കെ ഒന്ന് തള്ളിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ ഒന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യോക്ക് ഭാഗം നെക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ലൈനിങ്ങും കൂടെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൈനിങ് നല്ല വശവും വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം ലൈനിങ്ങായിട്ട് ഇതുപോലെ ഒന്ന് നേരെ പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മിഡിൽ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നല്ല വശവും ആ ഒരു സ്റ്റിച്ച് വരുന്നൊരു ഭാഗം കറക്റ്റാക്കി പിടിച്ചിട്ട് ഇതുപോലെ 2 സ്റ്റിച്ചാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല വശം എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മറിച്ചിട്ടാൽ നമ്മുടെ ഷോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ 2 ഷോൾഡറും ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു
രീതിയിൽ 2 ഷോൾഡറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ആ ഒരു തയ്യൽ തുമ്പ് ഒന്നും കാണില്ല. നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അതിനെ നമ്മൾ ഒന്ന് തിരിച്ചിട്ടെടുത്തിട്ട് ഇതിൻ്റെ എഡ്ജിലൂടെയൊക്കെ ഒന്ന് ഒരു എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്ന് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ അതിലൂടെയൊക്കെ ഒരു എക്സ്ട്രാ സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 13 ഇഞ്ചസാണ്. അതുപോലെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 5 ഇഞ്ചസാണ്. ഇതിൻ്റെ എഡ്ജിലായിട്ട് ഈ ഒരു ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ എഡ്ജിലായിട്ട് ഈ ഒരു ലേസിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മറിച്ചിട്ടെടുത്താൽ ഇതുപോലെ നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ചിങ് ഒന്നും കാണാതെ തന്നെ നമുക്ക് ഈ ഒരു ലേസിനെ ആഡ് ചെയ്തെടുക്കാം. ബാക്കി വന്നിട്ടുള്ള ലേസിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്ലീവ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള ക്ലോത്തൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഞാൻ 2 സ്ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവ്സിനെ ഷോൾഡറുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ നെറ്റിൻ്റെ വർക്കുള്ള ഈ ഒരു ക്ലോത്തിനെ 2ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതിൽ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ടോട്ടൽ 10 ഇഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും ഫ്രില്ലിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ലിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് യോക്കിൽ സെയിം ലേസും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു ഫാബ്രിക് ഫ്രില്ലിട്ട് എടുത്തിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രില്ല് ചെയ്തിട്ട് താഴെ ഒന്ന് മടക്കി അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ താഴെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. താഴെ ചെറിയൊരു രീതിയിലാണ് ഫ്രില്ലിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലും സെയിം രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹുക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ലെയർ സ്കേർട്ടും അതിലേക്കുള്ളൊരു ടോപ്പുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.